മാക്സിമം ലോൺ കിട്ടും. മാക്സിമം കാർ കിട്ടും. 21 മോഡൽ ആയതുകൊണ്ട്. ഈ പെട്രോൾ മാത്രമല്ല, ഡീസൽ ഉണ്ടോ സിറ്റി ഇവിടെ? ഡീസൽ 2 കൂടി നമ്മുടെ കയ്യിൽ. ZX ഉണ്ട്, അതിലേക്ക് പോലെ അത് കിലോമീറ്റർ ഓടുന്നത് 26,000 കിലോമീറ്റർ ആണ്. 26,000. വാറണ്ടി ഇപ്പൊ എത്ര വരുന്നുണ്ട്? വാറണ്ടി 2026 വരെ ഉണ്ട്. ഇത് 2021 മോഡലാണ്. ഡീസലാണ്. ഡീസൽ പറഞ്ഞാണ് 2021 മോഡല്. 60,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ക്രെറ്റയുടെ ഒരു ചാകരയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മൂന്നാമത്തെ ക്രെറ്റ കാണിക്കാൻ പോകുന്നത്. KL 18 വടകര രജിസ്ട്രേഷൻ ക്രെറ്റയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ഷോറൂം നിങ്ങളെ പരിചയപ്പെടുത്താണെന്ന്. കാറെക്സ് പുതിയൊരു ഷോറൂമാണ്. ഇത് റാഫിക. നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാർ പ്ലസ് എന്ന് പറഞ്ഞ വേറെ പുതിയ തുറന്നതാണ്. ഒരു മാസമായിട്ടുള്ളൂ. കോഴിക്കോട് മെയിൻ ചന്തയ്ക്ക് അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിലും റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയ ഷോപ്പായതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. മാക്സിമം കുറച്ച് നമുക്ക് കൊടുക്കാം എല്ലാ വണ്ടികളും. പിന്നെ വണ്ടിയുടെ ഗ്യാരണ്ടി വാറണ്ടി അങ്ങനത്തെ 6 മാസം കൊടുക്കാം. 6 മാസം വാറണ്ടി കൊടുക്കാം. വേറെ ഇവിടുന്ന് എടുത്ത് പോയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലൊക്കെ തിരിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് അതിനുള്ള ചെയ്ത് കൊടുക്കാം. കോമ്പൻസേഷൻ തിരിച്ചു കൊടുക്കാം, ക്യാഷ്. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാ സെഗ്മെന്റും ഉണ്ടോ നമ്മളിത് കാണിക്കുന്നതിൽ? സെഡാനും എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഒരു ക്രെറ്റയാണ്. KL 74 രജിസ്ട്രേഷൻ വരുന്ന ക്രെറ്റ അല്ലേ? എങ്ങനെയാണ്? 2022 മോഡലാണ്. 2023 ബേസ് മോഡലാണ്. ഈ പറഞ്ഞ വേരിയന്റ് ആണ്. ഈ ആണ്. അതിൽ എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളും ഒരു 1 lakhന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിയാണ്. 22 മോഡൽ. 2022 മോഡൽ വണ്ടി. പെട്രോൾ 44,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 44,000 ബേസ് ഓപ്ഷൻ പെട്രോൾ ആണ്. അടിപൊളി അലോയ്സ് ആണ് ചെയ്തേക്കുന്നത്. അലോയ്സും സീറ്റ് കവറും ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല ടയേഴ്സ് ഉണ്ട്. ഒരു 70% ടയേഴ്സ് ഉണ്ട്. അല്ലേ? ഓക്കെ. പെട്രോൾ കറക്റ്റ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഏകദേശം ഒരു 14-15 കിലോമീറ്റർ മൈലേജ് കിട്ടും. ലോങ് ഒക്കെ ടൗണിലൊക്കെ കുറവായിരിക്കും എന്തായാലും. കുറയും. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ തന്നെ? ഫസ്റ്റ് ഓണർ. ഓക്കെ. എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന വില 10,30,000 രൂപ. 10,30,000 രൂപയ്ക്ക് 2022 ക്രെറ്റ ബേസ് ഓപ്ഷൻ പെട്രോൾ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അഡീഷണൽ ആയിട്ട് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബേസ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ടോപ്പിലേക്ക് വരുമ്പോഴുള്ള വെന്റിലേഷൻ സീറ്റോ അല്ല അങ്ങനത്തെ എയർബൈൻ എണ്ണം കൂടെ അതൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇതിലിപ്പോൾ ലോൺ എത്ര കയറും? ഒരു 9,000 വരെ കയറും. 9 മാക്സിമം ചെയ്ത് കൊടുക്കാം. 9 വരെ കിട്ടുള്ളൂ. 9 വരെ കിട്ടും മാക്സിമം അല്ല. അടുത്ത ക്രെറ്റ വന്നിരിക്കുന്നു. KL 2 രജിസ്ട്രേഷൻ ആണ്, കൊല്ലം വണ്ടി. ഇത് ടോപ്പിൻ്റെ വണ്ടി. 2019 മോഡൽ. 2019 മോഡല് ടോപ്പിന്റെ സൺറൂഫ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. 1,10,000 കിലോമീറ്റർ കമ്പനി സർവീസാണ്. ഫുള്ള്. ഒന്നും ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, സിംഗിൾ ഓണർ വണ്ടി. എടുക്കുന്ന പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു ജനറൽ സർവീസ് 1,10,000 സർവീസ് ചെയ്ത വണ്ടിയാണ്. വണ്ടിയാണ്. അപ്പോൾ ഇനി അടുത്ത 10,000 കിലോമീറ്റർ 1,20 സർവീസ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. ഏറ്റവും ടോപ്പിനാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എത്ര മൈലേജ് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക്? ഒരു 14-15 കിലോമീറ്റർ മൈലേജ് കിട്ടും. 15 വരെയൊക്കെ ഏകദേശം ലോഗിൽ കിട്ടും അല്ലേ? അതെ. ഓക്കെ. ഒരു ഓട്ടോമാറ്റിക് SUV വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. നല്ല ടയേഴ്സും എല്ലാം ഉണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. എത്ര കൊടുക്കാൻ പറ്റും? ലാസ്റ്റ് നമുക്ക് ഫൈനൽ 11,50 കൊടുക്കാം. 11.5 ലക്ഷം. 2019 ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസുള്ള 1.10 ഓടിയ ക്രെറ്റയാണ്. നിങ്ങളൊന്നും ചെയ്യാനില്ല, കൊണ്ടുപോയി ഓടിക്കാൻ പറ്റും. ചെയ്യേണ്ട ആവശ്യമില്ല. 11,50,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കുന്നത്. ഓക്കെ. ലോൺ എത്ര കിട്ടും? ലോൺ മാക്സിമം ഒരു 10 ലക്ഷം രൂപ ലോൺ വാങ്ങി കൊടുക്കാം. 10 വരെ. 10 അതിനെ മാനേജ് ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടിയിലേക്ക്. ക്രെറ്റയുടെ ഒരു ചാകരയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മൂന്നാമത്തെ ക്രെറ്റ കാണിക്കാൻ പോകുന്നത്. KL 18 വടകര രജിസ്ട്രേഷൻ ക്രെറ്റയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ SX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അന്നത്തെ ടോപ്പ് എൻഡിന്റെ താഴെ വരുന്നത്. അന്ന് സൺറൂഫ് വരുന്നത്. 2015 മോഡലാണ്. ഫുൾ ഓപ്ഷൻ SX ഓപ്ഷനാണ് വരുന്നത്. ഇത് SX പ്ലസ് ആണ്. ഓപ്ഷൻ പോകുമ്പോൾ 6 എയർ ബാഗ് വരും. ഇതിൽ അതുണ്ടാവും. 2 എയർ ബാഗ് വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും. അതെ. ഓക്കെ. പിന്നെ പെട്രോൾ ആണ്. 79 കിലോമീറ്റർ ഓടിയുണ്ട്. ലോ കിലോമീറ്റർ ആണ്. അതെ, ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ ആണ്. അത് കറക്റ്റ് പ്രോപ്പർ സർവീസ് സർവീസ് ആണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടി. പീരിയോഡിക് ആയിട്ട് പോയിട്ടുണ്ട്. അതെ, പീരിയോഡിക് ആയിട്ട് പോയ വണ്ടിയാണ്. പ്രൊജക്ട് എല്ലാം കാര്യങ്ങളൊക്കെ വരും. ബ്ലാക്ക് കളറാണ്. സിംഗിൾ ഓണർ ആണ്. ബാക്കിൽ ഡിക്ക് മാത്രം മാറിയിട്ടുണ്ട്. എന്താ പറയുക? ബാക്കിൽ ഡിക്ക്
ഡിക്ക് ഗ്ലാസ് മാറിയോ? ഡിക്കും ഗ്ലാസും പാടെ മാറിയിട്ടുണ്ട്. ഡിക്കും ഗ്ലാസും മാറി, വേറെ ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. അത് കമ്പനി തന്നെയാ? ആ കമ്പനി തന്നെ മാറി. ഹിസ്റ്ററി ക്ലെയിം ഡീറ്റെയിൽ ഉണ്ടാവും ഒക്കെ ഉണ്ട്, എല്ലാ സർവീസ് ഹിസ്റ്ററികളുണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? പെട്രോളല്ലേ? പെട്രോൾ മാനുവൽ എത്ര കൊടുക്കാം? അത് 7 ലക്ഷം രൂപ കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് 2015 SX പ്ലസ് ക്രെറ്റ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് 78,000 കിലോമീറ്ററോടെ വണ്ടി കൊണ്ടുപോകും. അതെ. ഒരു 6 ലോൺ കിട്ടും. 6 ലക്ഷം രൂപ എന്തായാലും ലോൺ ചെയ്യാൻ മതി. 6 വരെ കിട്ടും. ഒരു 1.5 കാണണം അല്ലേ? 1.5 രൂപ കാണണം. പിന്നെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മേലെ കിട്ടും, 6 മേലെ കിട്ടും. നോക്കാൻ പറ്റുമോ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ട WRV ആണ് അടുത്ത വാഹനം. അടുത്ത് KL 3 രജിസ്ട്രേഷൻ ആണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡലാണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. ഓക്കെ. പിന്നെ പെട്രോൾ ആണ് വരുന്നത്. ഏറ്റവും ടോപ്പിന്റെ VX സൺറൂഫ് വരുന്ന വണ്ടി. VX പെട്രോൾ ഹോണ്ട വണ്ടിയാണ്. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും, വളരെ കമ്മിയാണ്. അതെ. പിന്നെ 4 പുത്തൻ ടയറാണ്, പുതിയ ഇൻഷുറൻസ് ആണ്, സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 2018 48,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് 2018 VX സൺറൂഫ് ഒക്കെ വരുന്ന WRV ആണ്. പെട്രോളിൽ ഏകദേശം ഒരു 12-15 റേഞ്ച് മൈലേജും പ്രതീക്ഷിക്കാം. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് 7 ലക്ഷം രൂപ കൊടുക്കും. 7 ലക്ഷം. 18 മോഡൽ സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. 7 ലക്ഷമാണ് ചോദിക്കുന്നത്. ഒരു 6 lakh ലോൺ കിട്ടും. 6 lakh കൊടുക്കാം. ഓക്കെ. ഈ പറയുന്ന വില ഒന്നും ഫൈനൽ അല്ലല്ലോ, നമുക്ക് കുറച്ച് കൊടുക്കാം. ചെറുതായി ചെയ്ത് കൊടുക്കാം. WRV വേണ്ടു. ഇനിയൊരു ജാസ് കാണാം. KL 5 കോട്ടയം വണ്ടിയാണ്. ഒരു ഗ്രീൻ അല്ല, ഡാർക്ക് ഗ്രീൻ കളർ. എങ്ങനെയാണ്? ഇത് 2017 മോഡലാണ്. ഓക്കെ. SV എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എസിന്റെ മേലെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷൻ. അതെ. SV ആണ്. എന്താണ് SO ആയിട്ടുള്ള വ്യത്യാസം? എന്താ വരുന്നത്? വീക്ക് വരുമ്പോൾ അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. SVയിലേക്ക് വരുമ്പോൾ വിയിലേക്ക് വരുമ്പോൾ അത് അതിന്റെ തൊട്ട് താഴെ വരുന്നത്. വീടിന്റെ തൊട്ട് താഴെ. SVയിൽ അലോയ്സ് വരുന്നില്ല. സോറി. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ? വേറെ ക്ലെയിമോ ഒന്നുമില്ല. 2017 മോഡലാണ്. 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ. ടയർ ഭാഗവും ഇൻഷുറൻസ് എല്ലാം ഓക്കെയാണ്. 4 പുതിയ ടയർ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. വേറെ ക്ലെയിമോ ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അതെ. അലോയ്സ് ഒന്നും ഉണ്ടാവില്ല, അത്രയും വ്യത്യാസം വരുള്ളൂ. ടോപ്പിലേക്ക് പോകുമ്പോൾ സൺറൂഫ് വരുന്നില്ല അല്ലേ? ജാസിൽ സൺറൂഫ് ഇപ്പൊ പുതിയ വണ്ടിക്ക് വരുന്നത്, ലാസ്റ്റ് വണ്ടിക്ക് വരുന്നത്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിമോ. പെട്രോൾ വണ്ടി. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. WRV പറഞ്ഞ പോലെ തന്നെ. എത്ര കൊടുക്കാൻ പറ്റും? ഇത് ലാസ്റ്റ് നമുക്ക് 5,10,000 രൂപ കൊടുക്കാം. 5,10,000. 2017 മോഡൽ. ഓക്കെ. 17 SV ആണ്. 5,10,000 കൊണ്ടുപോകാം. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 52,000. 5,200. പെട്രോൾ വണ്ടി. വലിയ ഓട്ടോ പോയിട്ടില്ല. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 4 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം. 4 lakhs. അതിന്റെ മേലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം പറഞ്ഞാണ്. എല്ലാവരും കൂടെ കൂടി ഓടി വന്നിട്ട് കാര്യമല്ലോ. ഞാൻ 5 ലക്ഷം രൂപ തരാൻ ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും. അതുകൊണ്ടാണ് ഈ 4 ലക്ഷം പറയുന്നത്. എപ്പോഴും കുറച്ച് പറയുന്നത്. എല്ലാവരും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാന്നാ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ ലോൺ ഒന്നും കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് 4 ലക്ഷം രൂപ കൊടുക്കാന്നാണ്. അതിന്റെ മേലെ നോക്കാം. അതിന്റെ മേലെ കിട്ടാണെങ്കിൽ ഒരു എടുക്കുക. നമുക്ക് പോയത് പ്രശ്നമില്ലല്ലോ. വീണ്ടും ഹോണ്ട തന്നെയാണ്. ഹോണ്ടയുടെ സിറ്റി സെഡാൻ വണ്ടി. KL 29 രജിസ്ട്രേഷൻ ആണ്. ഇത് 2021 മോഡലാണ്. 21 മോഡല് 15,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 4 വർഷമായിട്ടുണ്ടാവും. V എന്ന് പറഞ്ഞ വേരിയന്റ് ആണത്. 2021 V എന്ന് പറഞ്ഞ വേരിയന്റ് 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഫുള്ളിന്റെ താഴേക്ക് താഴെ. അതെ. ടോപ്പ് എൻഡ് വരെ ZX അതിന്റെ അടിയിൽ വരുന്നത്, VX അതിന്റെ തൊട്ട താഴെ വരുന്നത് V. വെറും 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ഒരു ഡോർ മാത്രം ഇതിന്റെ മാറിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് റോഡ് ചില റെസ്റ്റ് പിടിച്ചപ്പോൾ കമ്പനിന്ന് പിന്നെ ഇതാക്കിയതാണ്. വാറണ്ടിയിൽ മാറ്റി കൊടുത്താണ്. എന്താ മഴ തൊട്ടാണ് ചെറിയ റെസ്റ്റ് താഴെ വന്നപ്പോൾ മാറ്റി കൊടുത്തതാണ്. പറഞ്ഞിട്ട് മാറ്റി കൊടുത്തതാണ്. അല്ലാണ്ട് വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും അല്ല. ഹോണ്ടൊക്കെ പൊതുവെ അങ്ങനെ റെസ്റ്റ് ചെറുത് വന്നപ്പോൾ കസ്റ്റമർ അത് മാറ്റണം എന്ന് പറഞ്ഞ് മാറ്റിച്ചതാണ്. അത് എന്തായാലും ഹിസ്റ്ററിയിലുണ്ട്. ക്ലെയിം അല്ല, എന്തുകൊണ്ടാന്നുള്ള കറക്റ്റ് ഹിസ്റ്ററിയിൽ ഉണ്ടാവും. കറക്റ്റ് ഉണ്ടാവും. ഓക്കെ. 15,000 കിലോമീറ്റർ മാത്രം ഓടിയ V ഓപ്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആ ടയർസ് നോക്കിയാൽ അറിയാം. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ടയറേ ഓടിയിട്ടുള്ളൂ. 21 മോഡലാണ്. ഈ ഒരു ക്ലെയിമോ മാത്രം. അത് മാത്രമേ ഉള്ളൂ. മാനുവൽ പെട്രോൾ മാനുവൽ 12, 15, 16 ഏകദേശം കിട്ടും. ലോങ് ഒക്കെ പോകുമ്പോൾ. എത്ര കൊടുക്കാം? ഇത് ലാസ്റ്റ് 9,25 കൊടുക്കാം. 9,25,000. 2021 15,000 കിലോമീറ്റർ ഓടിയ V ഓപ്ഷൻ പെട്രോൾ മാനുവൽ സിറ്റി 9,400. ഒരു 8 ലക്ഷം വരെ മാക്സിമം ലോൺ കിട്ടും. മാക്സിമം കിട്ടും. 21 മോഡൽ ആയതുകൊണ്ട്. ഈ പെട്രോൾ മാത്രമല്ല, ഡീസൽ ഉണ്ടോ സിറ്റി? ഡീസൽ 2 കൂടി നമ്മുടെ കയ്യിൽ. ZX ഉണ്ട്, അതിലേക്ക് പോലെ. ഡീസൽ ഹോണ്ട സിറ്റി അടുത്തത്. നല്ല മൈലേജ് 20 മൈലേജ് 24 വരെ മൈലേജ് കിട്ടുന്നത്. 2018 മോഡലാണ്. KL 32 ആണ്. 32 വണ്ടി. പിന്നെ ZX ആണ് ഇതിന്റെ വേരിയന്റ്. ഏറ്റവും ടോപ്പ് വണ്ടി. ഓക്കെ.
എല്ലാം സൺറൂഫ് എല്ലാം എല്ലാ ഭാഗം വരുന്ന വണ്ടി ഏറ്റവും ടോപ്പ് ഉണ്ട്. 6 എയർ ബാഗ് ഉണ്ടാവില്ലേ ഇതില്? 6 എയർ ബാഗ് ഉണ്ടാവും. 18 വരുന്നില്ലേ? ഒരു ഡൗട്ട് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അതെ നോക്കിക്കളാം, ഞാനിപ്പോഴാണ് നോക്കുന്നത്. 6 വരുന്നില്ല, 18 വരുന്നില്ല, 18 വരുന്നില്ല, അതിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, 18 ZX. ഇത് പറഞ്ഞ പോലെ ആ ഹോണ്ട സിറ്റി പറഞ്ഞ ഒറ്റ ഡോർ റീപ്ലേസ് ഉണ്ട്. റൈറ്റ് ഡോർ അത് അതിന്റെ മേലെ തന്നെ ഇതും റൈറ്റ് സൈഡ് ഡോർ റീപ്ലേസ് ഉണ്ട്. വേറെ പക്ക ഷോറൂം സർവീസ് ആണ് വണ്ടി. അത് ഗ്ലാസ് മാറിയിട്ടുണ്ടോ? അതോ ഗ്ലാസ് മാറി, ഡോർ ചില ഡെന്റ് ആയിട്ട് മാറിയത് കമ്പനി മാത്രം സെയിം ഡോർ തന്നെ തന്നെ ചെയ്തതാണ്. ഓക്കെ, മൈലേജ് കിങ് ആണ് ഏറ്റവും ടോപ്പറ്റ്. എത്ര ഓട്ടം പോയി? ഇത് 145 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഷോറൂം സർവീസ് പക്ക എല്ലാ കമ്പനി തന്നെ ചെയ്തു. എല്ലാ കമ്പനി അതെ, പീരിയോഡിക്കലി കറക്റ്റ് പോയത്. കറക്റ്റ് ഷോറൂം ചെയ്തു. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. ഓക്കെ, പോയിട്ടുണ്ടെങ്കിൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. ഹോണ്ടയുടെ എഞ്ചിനാണ്, അത്യാവശ്യം ലൈഫുള്ള എഞ്ചിൻ തന്നെയാണ്. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 9,30,000 രൂപ. 9,30,000 രൂപ. ഓക്കെ, 2018 ZX ഡീസൽ, ഏറ്റവും ടോപ്പിന്റെ ഡീസൽ 9.5 ഈ ഒരു സിറ്റി കൊണ്ടുപോകാം. ഇപ്പോഴും റണ്ണിങ് കണ്ടീഷൻ എങ്ങനെ? സ്മൂത്ത് അല്ലേ? അടിപൊളിയാണ്, ഒന്നും നോക്കാനില്ല. വണ്ടി വന്നിട്ട് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. തൃപ്തിയാണെങ്കിൽ മാത്രം കൊണ്ടുപോയി കൊടുക്കും. 9.30 ചോദ്യം. ഒരു 8.25 ലോൺ കിട്ടും. ഒരു 8 ലക്ഷത്തിന് ലോൺ വാങ്ങിക്കൊടുക്കും. 8 ലക്ഷം എന്തായാലും വാങ്ങിക്കൊടുക്കും. ട്രാക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ കേട്ടോ, ചെയ്ത് കൊടുക്കാനില്ല. അതായത് സിവിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒന്നും ചെയ്യാൻ. സിവിൽ ഇഷ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്ക് ജാമ്യം നിന്നാൽ പോലും അവരെ അളവ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പേരില സിവിൽ കയറും. അതെ, തെറ്റൂല. അടുത്തതാ ഒരു കോമ്പാക്ട് SUV സ്കോഡ കുഷാക്ക് KL 32 ചേർത്തല രജിസ്ട്രേഷൻ ആണ്. ചേർത്തല എങ്ങനെയാ? ഇത് 2022 മോഡൽ. ഓക്കെ, 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക്. TSI ടർബോ വാഹനമാണ്. നല്ല പവർ ഉണ്ടാവും അത്യാവശ്യം. കുഴപ്പമില്ലാത്തൊരു മൈലേജും കിട്ടും. കുഴപ്പമില്ലാത്തൊരു മൈലേജും ഉണ്ട്. 2022 മോഡലാണ്. പിന്നെ 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓക്കെ, 80 ഗിയർ ബോക്സ് ആണെങ്കിൽ GT-യിലേക്ക് പോകുമ്പോൾ DST ആംബിഷൻ പറഞ്ഞ സൺറൂഫ് വരുന്നില്ല, ബാക്കിയെല്ലാം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ പ്രൈസിങ് ഇപ്പോൾ ഇത് ചോദിക്കുന്നത് 12,60,000 രൂപ. ആംബിഷൻ 2022 പെട്രോൾ ഓട്ടോമാറ്റിക് ടർബോ TSI വണ്ടിയാണ്. കുഷാക്ക് ഒരു 11-11.5 ലോൺ കിട്ടും ഇതിൽ. കിട്ടും, മാക്സിമം കിട്ടും. 11ന്റെ മേലെ കിട്ടും. 11 ലോൺ കിട്ടും. ഇതിന്റെ സർവീസ് ഇൻഷുറൻസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സർവീസ് സിസ്റ്റം ഒക്കെ പ്രോപ്പർ എല്ലാം കറക്റ്റ് ഉണ്ട്. വാറണ്ടി ഉണ്ട്. 2026 വരെ വാറണ്ടി ഉണ്ട്. ഓട്ടോ എത്ര പറഞ്ഞത്? 28,000 കിലോമീറ്റർ. 28,000 അണ്ടർ വാറണ്ടിയിലേക്കാണ്. 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വണ്ടി. അപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി പോയി നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഇതിൽ പറഞ്ഞ റേറ്റിലും ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലൊരു ബ്ലാക്ക് സോണറ്റ് KL 13 കണ്ണൂർ വണ്ടിയാണ്. GT ലൈൻ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഇതിന്റെ മേലെ എക്സ്ലൈൻ വരുന്നുണ്ട്. വരുന്നുണ്ട്. തൊട്ടതായി വരുന്നത് GT ലൈൻ 2023 മോഡലാണ്. 2023 IMT എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് തന്നെ. പക്ഷെ മാനുവൽ ഗിയർ നമുക്ക് മാറ്റാൻ പറ്റും. ക്ലച്ച് ആവശ്യമില്ല. അത് കിലോമീറ്റർ ഓടുന്നത് 26,000 കിലോമീറ്റർ ആണ്. 26,000 വാറണ്ടി ഇപ്പൊ എത്ര വരെ ഉണ്ട്? വാറണ്ടി 2026 വരെ ഉണ്ട്. 26 വരെ എക്സ്റ്റൻഡ് ഒന്നും ചെയ്തിട്ടില്ല. 26 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ, 3 വർഷം 26 വരെ കമ്പനി വാറണ്ടിയിൽ. ഇതിലിപ്പോൾ സീറ്റ് വെന്റിലേഷൻ, അതേപോലെ 6 എയർ ബാഗ്സ്, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എക്സ്ലൈനിലേക്ക് പോകുമ്പോൾ എന്താ മാറ്റം വരുന്നത്? ആ ഒരു ഇന്റീരിയറിന്റെ ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ചെറിയ സീറ്റ് കവർ അതൊക്കെ ചെറിയ മാറ്റങ്ങൾ തോന്നുന്നു അല്ലേ? ഡോർ പാഡലും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 11,90,000 രൂപ. 11,90,000 2023 GT ലൈൻ സോണറ്റ് ആണ്. 90% ലോൺ കിട്ടുമല്ലോ? കിട്ടും. സർവീസ് ഒക്കെ എല്ലാം പ്രോപ്പറാണ്. കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർ ആയിരിക്കും. അടുത്ത വണ്ടിയിലേക്ക് നല്ലൊരു അടിപൊളി റെഡ് വെർണ KL 82 രജിസ്ട്രേഷൻ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. ഡീസലാണ്. ഡീസൽ പറഞ്ഞാണ്. 2021 മോഡല് 60,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയെ സംബന്ധിച്ചിട്ട് ഒരു നോർമൽ ഓട്ടോ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാം. ഇത് S+ എന്ന് പറഞ്ഞ വരുന്നത്. S+ മിഡിലാണ്. S+ ആണ്. അലോയ്സ് അല്ല, അത് വീൽ കപ്പാണ്. അലോയ്സ് ഇല്ല. ബാക്കി ഓൾമോസ്റ്റ് ഇന്റീരിയർ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. ഓക്കെ, ഡീസലാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ്. 1.5 ഇഞ്ചിനാണ് വരുന്നത്. എന്തായാലും 20 അടുത്ത് കിട്ടും. 20 അടുത്ത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഡീസൽ വണ്ടി സഡാൻ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് 10 ലക്ഷം രൂപ കറക്റ്റ് കൊടുക്കാം. 10 ലക്ഷത്തിന്. ഇതിന്റെ ബാക്കിലെ ഡിക്ക് മാറിയിട്ടുണ്ട്.
ബാക്കിലെ ഡിക്ക് മാത്രം മാറി. ഡിക്ക് ഉള്ളോട്ടേക്കൊന്നും അടി വന്നിട്ടില്ലല്ലോ? ഒന്നുമില്ല, അടിയിൽ ഭാഗം ഒന്നുമില്ല. ഡിക്ക് ചെറിയ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, എല്ലാ ഭാഗവും ക്ലിയർ ആണ്. ഒരു 9.5 ഒക്കെ ലോൺ ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ഡീസൽ വണ്ടി താല്പര്യമുണ്ടോ വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക് നെക്സോൺ KL 80 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. XM എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ആണ്. അതെ, XM വേരിയന്റ് ആണ്. പിന്നെ പെട്രോൾ മാനുവൽ ആണ് വണ്ടി. പെട്രോൾ മാനുവൽ സെക്കൻഡ് ഓപ്ഷൻ. ഓട്ടോ എത്ര പോയി? 28,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. AC പോസ്റ്റർ, 4 വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട്. സൺറൂഫ് ഇല്ലാന്നേ ഉള്ളൂ. സൺറൂഫ് ഉണ്ടാവില്ല, അലോയ്സ് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ല. എയർ ബാഗ് 2 ഉണ്ടാവും. 2 എയർ ബാഗ് ഉണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ ഒരു പെട്രോൾ വണ്ടിയാണ്, മാനുവൽ, 2021. എത്ര കൊടുക്കുക? ഇത് 6,90,000 രൂപ. 6,90,000 രൂപ നമുക്ക് കൊടുക്കുക. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഓക്കെ, ഒരു 6 ലക്ഷം വരെ ലോൺ കിട്ടും. 6 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി ഒരു റെഡ് സ്വിഫ്റ്റ് ആണ്, KL 7 വണ്ടി. എങ്ങനെയാ? ഇത് 2022 മോഡലാണ്. VXI പെട്രോൾ ഓട്ടോമാറ്റിക്, മിഡിൽ ഓപ്ഷൻ. 22 മോഡൽ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനമാണ്. ഒരു 26,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. AC പോസ്റ്ററും 4 വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരില്ല. എല്ലാം വരുന്നത്. ഓക്കെ, ബാക്കി അലോയ്സ് ഒന്നും ഉണ്ടാവില്ല. അലോയ്സ് ഒന്നുമില്ല. VXI എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? അത് നമുക്ക് ലാസ്റ്റ് 7 ലക്ഷം രൂപ കൊടുക്കാം. 7.5. 2022 VXI ഓട്ടോമാറ്റിക് 7 ലക്ഷം രൂപ. 7,50,000 ആണ്. പിന്നെ സ്വിഫ്റ്റിന്റെ ഒക്കെ ഒരു മാർക്കറ്റ് ഏകദേശം എല്ലാവർക്കും അറിയാം. എന്താ പറയാ, അങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് ഒരു വലിയൊരു ഡിപ്രസിയേഷൻ വരാത്തൊരു വാഹനമാണ് ഇതൊക്കെ. നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വിൽക്കുമ്പോഴും വലിയൊരു ഡിപ്രസിയേഷൻ വരാത്ത വണ്ടികളാണ്. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ക്ലെയിം ഒന്നുമില്ല. ലോൺ ഒരു 6 രൂപ കിട്ടും. 6 രൂപ വാങ്ങിച്ചു കൊടുക്കാം. ശരി, വീണ്ടും ഒരു സെഡാൻ വാഹനമാണ്, സിയാസ് KL 74 രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ. ഓക്കെ, സിയാസ് അൽഫ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് 2022 മോഡൽ. ഒരു ക്ലെയിമില്ല. 65,000 കിലോമീറ്റർ മാറി ഓടിയിട്ടുള്ളൂ. 65,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, വലിയ മെയിൻ്റെനൻസ് കമ്മിയായ ഒരു വണ്ടിയാണ്. അതെ, ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 15-ന്റെ അകത്തൊക്കെ എന്തായാലും കിട്ടും. ഓട്ടോമാറ്റിക് അല്ല, അൽഫ ടോപ്പിന്റെ വണ്ടിയാണ്. അതെ, ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് 9,25,000 രൂപ. 2022 മോഡൽ. ഓക്കെ, 9.25 ലക്ഷം രൂപയ്ക്ക് അൽഫ ഓട്ടോമാറ്റിക് സിയാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതെ, ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം കിട്ടും. 22 മോഡലല്ല വണ്ടി. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഒരു ഫ്രണ്ടിൽ ബമ്പർ ഒന്നും മാറിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. മേജറായിട്ട് ഒരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് നിസാൻ ടെറാനോ KL 53 രജിസ്ട്രേഷൻ, പട്ടാമ്പിയാണ് വരുന്നത്. പെരിന്തൽമണ്ണ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 മോഡൽ. ഓക്കെ, ഇത് 110 XV പ്രീമിയം വണ്ടിയാണ്. 110 XV പ്രീമിയം, ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, പിന്നെ ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. മാനുവൽ ആണ്, ലോ കിലോമീറ്റർ ആണ്. സാറിന് ഇതൊക്കെ ഒരു 1 ലാഖിന്റെ ഓടിയ വണ്ടികളാണ് ഉണ്ടാവുക. ഇത് വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. പീരിയോഡിക് സർവീസ് പോയതാ? കറക്റ്റ് സർവീസ് പോകുന്ന വണ്ടി. ഓക്കെ, വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഓക്കെ, പീരിയോഡിക് സർവീസ് ചോദിക്കാൻ കാരണം വെച്ചാൽ 60,000 പറയുമ്പോൾ ആ 10,000 കിലോമീറ്റർ വെച്ചിട്ട് ഒരിക്കലും ആവില്ല, വർഷം നോക്കുകയാണെങ്കിൽ. അപ്പോൾ വർഷത്തിൽ അതിൽ കുറവാണെങ്കിൽ ചെയ്യണം. അതാ ഞാൻ ചോദിച്ചത്. പീരിയോഡിക് പോയിട്ട് ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, സീറോ ക്ലെയിം ആണ്. ഓക്കെ, 110 പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പവറുമാണ്. എത്ര കൊടുക്കുക? ഇത് നമുക്ക് 6,30,000 രൂപ കൊടുക്കാം. 6.30 2016 XV പ്രീമിയം ടോപ്പ് എൻഡ് വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, 60,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 6.30 ചോദ്യം. ഒരു 5.5 ലോൺ കിട്ടും. 5.5 ലോൺ വാങ്ങി കൊടുക്കും. 5-6 ലക്ഷം അടുത്ത് ലോൺ തന്നെ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തായാലും ഇത് മാത്രമല്ല, വേറെ സ്റ്റോക്കുകളുണ്ട് ഇവിടെ. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിനെ പറ്റിയും വേറെ നമ്മൾ കാണിക്കാത്ത സ്റ്റോക്കിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനുണ്ടാവും. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. കോഴിക്കോട് മീൻചന്തയ്ക്ക് അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. കാറക്സ് ഷോറൂമിൻ്റെ പേര്. ബാക്കി ഇനി പുതിയ സ്റ്റോക്കൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത സ്റ്റോക്ക് കാണിക്കാൻ അന്ന് നമുക്കൊരു പുതിയ വീഡിയോ ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തായാലും അത് കമൻസിൽ മെൻഷൻ ചെയ്യണം എന്ത് തന്നെയാണ്. അതുപോലെ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. റാഫിക, നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.